ഇവിടെ നല്ല കാലാവസ്ഥയാണെന്ന്. പക്ഷെ അല്ല, നല്ല തണുപ്പാണ്. തണുപ്പൊക്കെ പോയി എന്ന് വിചാരിച്ച് നടക്കും. ബട്ട് റിയാലിറ്റിയിൽ ഈ മെയ് മാസത്തിൽ ഭയങ്കര തണുപ്പാണ്. സ്വെറ്റർ എടുക്കാതെ വന്നതിൻ്റെ മനസ്താപത്തിൽ തണുപ്പ് മറന്നു പോകാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതെടുത്തുകൊണ്ട് നടക്കുമ്പം ഒരു തണുപ്പ് പോയി കിട്ടും. ഇവിടുത്തെ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. ഇപ്പം ഞാനോ 1 മാസം 2 മാസം 3 മാസവും മെയ്യായല്ലോ, ഇനിയെങ്കിലും തണുപ്പ് കുറഞ്ഞല്ലോ, ഇനിയെങ്കിലും സാധാരണ ഇച്ചിരി കനം കുറഞ്ഞ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് രാവിലെ വിചാരിച്ചു, ഇന്ന് നല്ല കാലാവസ്ഥയാണ്, ഇനിയിപ്പം സ്വെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ സ്വെറ്ററൊക്കെ മതിയെന്ന് വിചാരിച്ച് വലിയ ആളുകൾ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇറങ്ങി ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തണുപ്പാണെന്ന്, കാറ്റുമാണെന്ന്. പക്ഷെ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല, കാരണം ബസ് പോവും. ബസ് പോയാൽ ട്രെയിൻ പോവും. ട്രെയിൻ പോയാൽ ഓൾറെഡി ലേറ്റാണ്, പിന്നെയും ലേറ്റാവും. അത് കണ്ടോ, ഒരു അണ്ടർഗ്രൗണ്ട് പാത്ത്. ആ അണ്ടർഗ്രൗണ്ട് പാത്തിൽ കൂടെ പോയാൽ വേറെ റോഡിലേക്ക് എത്തും. ഞാനിങ്ങനെ നേരെ പോകണം. ഞാൻ ഓർക്കും, എന്തൊരു തണുപ്പാണ് രാവിലെ. ഈ തണുപ്പ് മാറിച്ചിട്ട് വെയിലാണെങ്കിൽ നല്ല സുഖമാണല്ലോ എന്ന്. പക്ഷെ അപ്പോൾ വീട്ടിൽ നാട്ടിലൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അവർക്കെല്ലാം ഓൺലൈനാണ്. അപ്പോൾ ആരോടാണ് നമ്മുടെ വിഷമമൊക്കെ പറയണേ? ഇക്കരെ നിൽക്കുമ്പം അക്കരെ പച്ച, അത്രയൊക്കെ പറയാൻ പറ്റും. ഈ ടെലിഫോൺ ബൂത്ത് കണ്ടോ? ഈ ടെലിഫോൺ ബൂത്ത് എത്ര പഴയതാണ്, പക്ഷേ ഇപ്പോഴും അവർ ഇതൊക്കെ യൂസ് ചെയ്യും. എല്ലാവരും യൂസ് ചെയ്യും ടെലിഫോൺ ബൂത്ത്. ഈ ടെലിഫോൺ ബൂത്തും ഈ ബസ് സ്റ്റോപ്പും ഇതൊക്കെ പഴയതാണ്. ബട്ട് സ്റ്റിൽ എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം പെയിൻ്റ് അടിച്ച് പൊളിച്ച് കളയാതെ അത് വീണ്ടും വീണ്ടും റിഫബ്രിഷ് ചെയ്ത് യൂസ് ചെയ്യും. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് എപ്പോഴും തോന്നും. എല്ലാം ഒന്നും പൊട്ടിച്ച് കളയാതെ, ഡിമോളിഷ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ റീഫബ്രിഷ് ചെയ്താൽ കുറേ നമുക്ക് പൊല്യൂഷൻ ഒഴിവാക്കാൻ പറ്റൂലേ. എന്ന് വെച്ചാൽ എല്ലാം റീഫബ്രിഷ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അതിൻ്റെ മാക്സിമം അവർ യൂസ് ചെയ്യും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നും. നമുക്ക് പഴയതാണെന്ന് തോന്നും, പക്ഷെ പഴകും തോറും വീര്യം കൂടും എന്ന് പറയുന്ന പോലെ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച് അതിനെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി വീണ്ടും 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 അത് വീണ്ടും ഉപയോഗിക്കും. അതുകൊണ്ട് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. പിന്നെ എന്താ പറ്റുക, ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ പൊല്യൂഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. കൈയൊക്കെ ഉണ്ടല്ലോ തണുത്തിട്ട് മരച്ചിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ വീഡിയോയിൽ. ജസ്റ്റ് നടക്കുകയാണ്, റോഡ്, അല്ലാതെ വേറെ ഇതിനകത്തൊന്നുമില്ല. എന്നാലും തണുപ്പൊക്കെ ഓർക്കാതെ ഒരു നേരം പോക്ക്. അപ്പോൾ ഇതിങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം എനിക്ക് കാണാം കൈയൊക്കെ കണ്ടോ നല്ലതായിട്ട് തണുത്ത് മരച്ചിരിക്കുകയാണ്. തണുത്ത് മരച്ച് ഗ്ലൗസ് ഇട്ടാൽ പിന്നെ നമുക്ക് എവിടെയും പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ തണുത്ത കൈ കൊണ്ട് വലിയ സ്വെറ്റർ എടുക്കാത്തതുകൊണ്ട് ഉള്ള സാധനമൊക്കെ മൂടി കെട്ടി, ഉള്ള സ്വെറ്ററും സ്കാർഫ് വെച്ച് മൂടി കെട്ടി. അങ്ങനെ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴുള്ള കാലാവസ്ഥ ഇതാണ്. രാവിലെ തണുപ്പ് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും മഴ തുടങ്ങി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മഴ. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ പിന്നെ വലിയ കോൺഫിഡൻസിൽ ഇവിടെ വെതറൊന്നും നോക്കാതെ ഇറങ്ങിയത് കൊണ്ട് കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? ഒബ്വിയസ്ലി മഴ. അപ്പം മഴ നനയല്ല, ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതേ കാലാവസ്ഥയായിരുന്നു മെയിൽ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു കുറേ കൂടെ വീഡിയോ എടുത്ത് വെക്കാം എന്ന്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മഴയുടെ കൂടെ. എല്ലാവരും വിചാരിക്കും വിദേശത്തൊക്കെ ഒരുപാട് കാണാനുണ്ട് അല്ലെന്ന്. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്, ഒരുപാട് ഭംഗിയാണ് കാണാൻ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം എല്ലാം ഒരേ ടൈപ്പിലാണ്. എല്ലാ റോഡുകളും എല്ലാ പ്ലേസസും ഒരേ യൂണിഫോമിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഒരു കാഴ്ചയൊക്കെ ജസ്റ്റ് പിന്നെ നമുക്ക് ഒരു ലോജിക്കൊക്കെ ചിന്തിച്ചാൽ മാറുമല്ല. നമ്മുടെ നാട്ടിൽ എന്തൊരു ഡൈവേഴ്സിറ്റിയാണ്. ഒരു ദിവസം കാണുന്നതല്ല പിറ്റേ ദിവസം കാണുന്നത്. അതാണ് ഇതൊരു സ്പെഷ്യാലിറ്റി. പിന്നെ സിഗ്നൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നെപ്പോലെ പേടിയുള്ളവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഈ സിഗ്നൽ നമ്മളെ ആരും ശല്യം ചെയ്യത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് വണ്ടി അവിടെ നിന്നോളും.
വണ്ടി അവിടെ നിന്നിട്ട് നമുക്ക് കയറിപ്പോയി നമുക്ക് ക്രോസ് ചെയ്തു. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ മരങ്ങൾ എപ്പോഴും ഓർക്കും, ഇവരതൊന്നും വെട്ടിക്കളയത്തില്ല. നാട്ടിലൊക്കെ എല്ലാ വീടിൻ്റെ ഓരോ പിള്ളേരുടെ ബർത്ത്ഡേക്ക് എല്ലാ പിള്ളേരെ കൊണ്ട് ഓരോ മരം വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ആംബുലൻസ് പോകണമല്ലോ, നമുക്ക് എന്തോ എമർജൻസിയാണ്, ഒരു കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ നടന്നൊരു 10-15 മിനിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് നാട്ടിലൊന്നും ഞാൻ ഓർക്കുക 10-15 മിനിറ്റ് ഒന്നും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും നടക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. മഴ നനഞ്ഞു, തണുപ്പ് കൊണ്ടു, ഏതായാലും കുഴപ്പമില്ല. എന്തായാലും സമയത്തിന് എത്തുന്നതാണ് ഇവിടുത്തെ ഏറ്റവും സന്തോഷം. ട്രെയിൻ മിസ്സാകാതിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. ട്രെയിൻ മിസ്സായിപ്പോയാൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ മിസ്സാവും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, പോട്ടെ.